ശ്രീവാരാഹി മൂലമന്ത്രഃ ഐം ഗ്ലൗം ഐം. 2024 വിഷു ചില നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഒരുപാട് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയമായിരിക്കും. ഒരുപാട് സമൃദ്ധിയിലേക്ക് പോകുന്ന സമയം. ഇന്ന് നമുക്ക് ആ നേട്ടമുണ്ടാക്കുന്ന രാജരാജാധിയോഗം വന്നു ചേരുന്ന, ധനപരമായി ഒരുപാട് ഉയർച്ച വന്നു ചേരുന്ന, സങ്കടങ്ങളൊക്കെ മാറുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ അറിയാം. ഇക്കുറി അശ്വതി നക്ഷത്രജാതകർക്ക് ഭാഗ്യക്കുറിയോ ചിട്ടിയോ അടിക്കുവാനുള്ള ഭാഗ്യം. ഭാഗ്യക്കുറിയിൽ നിന്നും ധനം ധാരാളം വന്നു ചേരും ഈ നക്ഷത്രജാതകർക്ക്. അതുപോലെ തന്നെ സന്താന സൗഭാഗ്യം, കുടുംബ സ്വത്തൊക്കെ ലഭ്യമാകുവാനുള്ള സാധ്യതയും ഇവരിൽ കാണുന്നു. അതുപോലെ തന്നെ വിദേശ രാജ്യത്ത് പോകുവാനുള്ള യോഗം അശ്വതി നക്ഷത്രജാതകർക്ക് ഉണ്ട്. കൂട്ടുകെട്ട് മൂലം അത്ഭുതപൂർവമായ പുരോഗതി ഇവർക്ക് വന്നു ചേരും. സന്താനങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും. ജീവിതത്തിലെ കഷ്ടതകളൊക്കെ മാറി അശ്വതി നക്ഷത്രജാതകർ രക്ഷപ്പെടുന്ന സമയമാണ്. അതുപോലെ തന്നെ വ്യാപാരം ചെയ്യുന്ന വ്യക്തികളിൽ വൻപിച്ച ഒരു പുരോഗതി വന്നു ചേരും. സന്താനങ്ങൾക്ക് നല്ല ജോലി ലഭിക്കും, ഭാഗ്യക്കുറിയോ ചിട്ടിയോ ലഭിക്കും. ദാമ്പത്യത്തിൽ ചില സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും അശ്വതി നക്ഷത്രജാതകർക്ക്. ഇവരുടെ ജീവിതം രക്ഷപ്പെടാൻ പോവുകയാണ്. പുതിയ വസ്ത്രങ്ങൾ വാങ്ങും, പുതിയ വാഹനം വാങ്ങും, പുതിയ വീട് വയ്ക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് പോകും. എല്ലാ രീതിയിലും അശ്വതി നക്ഷത്രജാതകർക്ക് ഇനി ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും. എല്ലാ രീതിയിലും നേട്ടമാണ്, എല്ലാ രീതിയിലും ഉയർച്ചയാണ് ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരാൻ പോകുന്നത്. സമ്പൽ സമൃദ്ധി ഇവർക്ക് വന്നു ചേരും. അന്നദാനങ്ങൾ നടത്തുക, അതുപോലെ തന്നെ ക്ഷേത്ര ദർശനം നടത്തുക. ക്ഷേത്ര ദർശനം എന്ന് പറയുമ്പോൾ ഏത് ക്ഷേത്രം? വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ദേവിക്ക്, ഭദ്രകാളി ദേവിക്ക് താമരമാല സമർപ്പിക്കുക. 7 പ്രാവശ്യം അരയാൽ പ്രദക്ഷിണം നടത്തുക. ശ്രീകൃഷ്ണന് പാൽപ്പായസം, വെണ്ണ, ത്രിമധുരം ഇവ നേദിച്ച് പ്രാർത്ഥന നടത്തുക. തീർച്ചയായും ഇവർ രക്ഷപ്പെടും. ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ വന്നു ചേരും. അടുത്ത നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഭരണി നക്ഷത്രം, ഉദ്ദിഷ്ടകാര്യ വിജയം. നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നിങ്ങൾക്ക് സാധിച്ചെടുക്കും, ഒരു തർക്കവുമില്ല. 2024 വിഷുഫലം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. പുതിയ ഒരു വീട് വയ്ക്കുവാനുള്ള യോഗം വന്നു ചേരും. അതുപോലെ തന്നെ വസ്തുവകകൾ വാങ്ങുവാനുള്ള സാധ്യത നിങ്ങളിൽ കാണുന്നു. ഒരു പുതിയ കാർ വാങ്ങും, അതല്ലെങ്കിൽ ഒരു പുതിയ ബൈക്ക് വാങ്ങും. ഒന്നുമില്ലെങ്കിൽ നിങ്ങളൊരു സൈക്കിളെങ്കിലും വാങ്ങും. മുമ്പില്ലാത്ത വിധം വലിയ സാമ്പത്തിക പുരോഗതി നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും. ഇപ്പോൾ വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഭരണി നക്ഷത്രജാതകർക്ക് അക്കാര്യം സാധിച്ചു കിട്ടും, ഉറപ്പാണ്. യാതൊരു സംശയവും വേണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുവാൻ വിഷുഫലം കൊണ്ട് സാധ്യമാകും. അതായത് നേട്ടമാണ്, ഭാഗ്യമാണ്, ഉയർച്ചയാണ്. ശാസ്താവിന് നീരാഞ്ജനം നടത്തണം. ശനിയാഴ്ച വ്രതം ഇവർക്ക് വളരെ അനുകൂലമായിരിക്കും. ആദിത്യ ഹൃദയ മന്ത്രജപം, ഗണപതിക്ക് ഉണ്ണിയപ്പം, ഒറ്റയപ്പം, ദേവിക്ക് നെയ്വിളക്ക്, കുങ്കുമാർച്ചന, കതിനാവെടി വഴിപാട് ഇതൊക്കെ നടത്തുക. നവഗ്രഹ പൂജ, ശിവന് ധാര, ശ്രീകൃഷ്ണന് കദളിപ്പഴം ഇതൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോവുക. ഭരണി നക്ഷത്രജാതകർ നേട്ടം ഇവർ കൊയ്യും, ഉറപ്പാണ്. സമ്പൽ സമൃദ്ധിയിലേക്കെത്തും. ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുക്കും. എല്ലാ കഷ്ടതകളും അവസാനിച്ച് ഈ നക്ഷത്രജാതകർ നേട്ടങ്ങൾ ഒരുപാട് നേടിയെടുക്കും. 2024 വിഷുഫലം ആവശ്യമുള്ളവർ നമ്മളുടെ വാട്സാപ്പിൽ ബന്ധപ്പെടുക, അയച്ചു തരുന്നതാണ്. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. നിങ്ങൾക്ക് ഒരുപാട് ലാഭമുണ്ടാക്കുവാനുള്ള സാധ്യതയൊക്കെ നിങ്ങളുടെ മുന്നിൽ തെളിയും. വിവാഹ കാര്യത്തിൽ തീരുമാനമാകും.
നിങ്ങൾ ഏറെ കാലമായി ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം നിങ്ങൾക്ക് നിറവേറും. ഉറപ്പായും വിവാഹ കാര്യത്തിലൊക്കെ അനുകൂലമായ ഒരു തീരുമാനമുണ്ടാവുകയും വിവാഹമൊക്കെ നടക്കുന്ന സമയവുമാണ്. അതുപോലെ വിദേശ രാജ്യത്തൊക്കെ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് നടക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ നല്ല ഒരു പുരോഗതി വന്നു ചേരും. 2024 വിഷു കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് രാജരാജാദി യോഗമാണ്. രാജാവിനെ പോലെ ജീവിക്കും, ഒരു തടസ്സവും വരില്ല, സങ്കടങ്ങളൊക്കെ മാറിക്കിട്ടും. ഒത്തിരി കാലങ്ങളായി ദുഃഖങ്ങളായിരുന്നു, ദുരിതങ്ങളായിരുന്നു, ഇതൊക്കെ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ എത്തും. സുബ്രഹ്മണ്യന് വെള്ളിവേൽ സമർപ്പണം, അതുപോലെ തന്നെ നിങ്ങൾ പഞ്ചാമൃത നിവേദ്യം നടത്തുക. ഇതൊക്കെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും മാറി ഒരുപാട് ഭാഗ്യത്തിലേക്ക് നിങ്ങളെത്തും. മറ്റൊരു വഴിപാട് കൂടി നടത്തുക. ഹനുമാന് അവൽ നിവേദ്യം, വിഷ്ണുവിന് പാൽപ്പായസം, നെയ്വിളക്ക്, വ്യാഴാഴ്ച തുളസിമാല ചാർത്തി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. തീർച്ചയായും നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ ഒഴിഞ്ഞ് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങളെത്തും. നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും മാറും. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന പല കാര്യങ്ങളും സംഭവിക്കും. ഉറപ്പാണ്, നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. അടുത്ത നക്ഷത്രം രോഹിണിയാണ്. അമിതമായ ആത്മവിശ്വാസം പരാജയത്തിന് കാരണമാകുന്ന സമയമാണ് ഈ രോഹിണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച്. രാഷ്ട്രീയ നേതൃസ്ഥാനത്ത് ഭാഗ്യം നിങ്ങൾക്ക് സിദ്ധിക്കും. നിങ്ങളൊരു രാഷ്ട്രീയക്കാരനോ കലാകാരനോ ആണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ്. പല ചതിവുകളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. ഇനി അതൊക്കെ സൂക്ഷിച്ച് മുന്നോട്ട് പോവുക. ദോഷപരിഹാരമായി ശാസ്താവിന് നീല ശംഖുപുഷ്പം, അതുപോലെ തന്നെ ശനിയാഴ്ച വ്രതാനുഷ്ഠാനം, നെയ്ത്തേങ്ങ സമർപ്പണം, ത്രിമധുര നിവേദ്യം, അരവണപ്പായസം, ഉണ്ണിയപ്പ നിവേദ്യം, ശിവന് ഇളനീരഭിഷേകം, ധാര, പിൻവിളക്ക്, കൂളമാല ചാർത്തൽ, ജലധാര, ഭഗവതിക്ക് പട്ടുപാവാട ചാർത്തൽ, ഇതൊക്കെ നടത്തി മുന്നോട്ട് പോവുക. ഭാഗ്യം നിങ്ങളോടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്ന സമയമാണ്. നിങ്ങൾക്ക് ധനം ധാരാളം വന്നു ചേരാൻ പോകുന്നതാണ്. ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങളെത്തും. ഉറപ്പാണ്, നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുക തന്നെ ചെയ്യും. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടക്കും. അതിന് യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ രക്ഷപ്പെടുന്നു, നിങ്ങൾ ഭാഗ്യത്തിലേക്ക് എത്തുന്നു. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കുക തന്നെ ചെയ്യും. ഉറപ്പാണ്. അത്രയേറെ ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഇവർ എത്തിയിരിക്കുന്നത്. അടുത്ത നക്ഷത്രം മകീരമാണ്. വളരെ കാലമായി ആഗ്രഹിച്ച ആ കാര്യം നിങ്ങൾ നേടിയെടുക്കും. അതെന്ത് തന്നെയാണെങ്കിലും, ഒരു വിവാഹമാകാം, വീട് വയ്ക്കുന്ന കാര്യമാകാം, വാഹനം വാങ്ങുന്ന കാര്യമാകാം, വിദേശ രാജ്യത്ത് പോകുന്ന കാര്യമാകാം, അല്ലെങ്കിൽ ഒരു ലോട്ടറി അടിക്കുന്ന കാര്യമാകാം. എന്ത് തന്നെയാണെങ്കിലും നിങ്ങളത് നേടിയെടുക്കുക തന്നെ ചെയ്യും. ധർമ്മദൈവ പ്രീതി വരുത്തുക. ഈശ്വരഭജനം അത്യാവശ്യമായി വേണ്ടുന്ന സമയം. കുടുംബത്തിൽ സന്തോഷമുണ്ടാകുന്ന പല കാര്യങ്ങളും സംഭവിക്കും. കുടുംബത്തിൽ സന്തോഷമുണ്ടാകുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും. എല്ലാ രീതിയിലും നേട്ടമാണ് മകീര നക്ഷത്ര ജാതകർക്ക്. മകീര നക്ഷത്ര ജാതകർ ഇനി രക്ഷപ്പെടുന്ന സമയമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ അവസാനിച്ച് രക്ഷപ്പെടുന്ന സമയം. വിലപ്പെട്ട ചില രേഖകളിലൊക്കെ ഒപ്പിടും. അത് ചിലപ്പോൾ ചില പ്രമാണങ്ങളിലാകാം, അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യമാകാം, അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് പോകുന്ന കാര്യങ്ങളാവാം, അല്ലെങ്കിൽ ലോണോ ചിട്ടിയോ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകാം. പുതിയ സംരംഭം ലാഭകരമായി കൊണ്ടുപോകും. ഉറപ്പാണ്, നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. അയൽക്കാരുമായി വഴിപ്രശ്നമോ അതിർത്തി തർക്കങ്ങളോ ഉണ്ടാകുമെങ്കിലും മധ്യസ്ഥം മുഖേന അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകും. ഉറപ്പാണ്. അതുപോലെ തന്നെ ചില വഴിപാടുകളൊക്കെ ഈ നക്ഷത്ര ജാതകർ നടത്തണം. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ശയനപ്രദക്ഷിണം നടത്തണം, പാൽപ്പായസ നിവേദ്യം നടത്തണം, വെണ്ണ നിവേദ്യം നടത്തണം, ഇഷ്ടവസ്തുക്കൾ കൊണ്ട് തുലാഭാരം, താമരപ്പൂവ് ഇതൊക്കെ അർപ്പിച്ച് പ്രാർത്ഥിക്കുക. തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും. അതുപോലെ ശ്രീരാമക്ഷേത്രത്തിൽ ദർശനം നടത്തണം. ശ്രീരാമന് പാൽപ്പായസം, നെയ്വിളക്ക്, ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യം എന്നിവയൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങൾ രക്ഷപ്പെടും. ഉറപ്പാണ്. ധനസമൃദ്ധിയുടെ കാലഘട്ടമാണ് ഇനി. ഈ പറഞ്ഞ നക്ഷത്ര ജാതകർക്കൊക്കെയും ധനസമൃദ്ധി ധാരാളം വന്നു ചേരുന്ന കാലഘട്ടമാണ്. എല്ലാ ദുഃഖങ്ങളും എല്ലാ ദുരിതങ്ങളും എല്ലാ സങ്കടങ്ങളും മാറുന്ന സമയം. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വന്നു ചേരും. ഉറപ്പാണ്. സമൃദ്ധി, സന്തോഷം, ധനനേട്ടം എന്നു വേണ്ട സകല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യം തുണയ്ക്കും. നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സമയത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. നിങ്ങൾ രക്ഷപ്പെടുന്ന സമയമാണ്.
ഒത്തിരി സമൃദ്ധി നിങ്ങൾക്ക് വന്നു ചേരും. ഒത്തിരി സന്തോഷപ്പെടുത്തുന്ന, ഒത്തിരി മനസ്സിന് ആനന്ദിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുന്ന ഒത്തിരി അനുഭവങ്ങൾ നിങ്ങൾക്ക് ഇനി മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. തുടങ്ങിക്കഴിഞ്ഞു നിങ്ങളുടെ നല്ല കാലം. അതിന് ശ്രദ്ധ പതിച്ച് മുന്നോട്ട് പോവുക. നന്ദി, നമസ്കാരം.